86 കിലോമീറ്റർ വിസ്തൃതിയിൽ കിടക്കുന്ന മാനസ സരോവരം വലം വയ്ക്കുമ്പോൾ അനുഭവങ്ങളുടെ കുത്തൊഴുക്കാണ് ഭക്തന് നിവേദ്യമാവുക. ഈ തീരത്തിന് ചുറ്റും നിരവധി സന്യാസിമാർ തപസ്സു ചെയ്യുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. മാനസ സരസിന്റെ 8 ദിശകളിൽ 8 ബുദ്ധമഠങ്ങളുണ്ട്. സരോവരത്തിന്റെ 7 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി മറ്റൊരു തടാകമുണ്ട്, രാക്ഷസ്താൾ. കൈലാസ സാനുവെടുത്ത് അമ്മാനമാടിയ രാവണൻ നീരാടിയ ആ തടാകത്തിൽ ജീവജാലങ്ങളൊന്നുമില്ല. രാക്ഷസ്താളിന് മാനസ സരോവരവുമായി 10 കിലോമീറ്റർ നീളമുള്ള മറ്റൊരു നദിയാൽ ബന്ധമുണ്ട്. ദേവലോകവും രാക്ഷസലോകവുമെല്ലാം ഇവിടെയാണെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ഈ യാത്രയുടെ സുഖം നാം തിരിച്ചറിയുക. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ശുദ്ധജല തടാകമാണ് മാനസ സരോവരമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ ചുറ്റിയുള്ള ഗുർലമന്ദാത എന്ന പർവ്വതം നിഗൂഢതകൾ നിറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. അത്ഭുതത്തിന്റെയും അതീന്ദ്രിയതയുടെയും സ്ഥലമാണിതെന്ന് സന്യാസിമാർ തിരിച്ചറിഞ്ഞതാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാദ് മൃത്യോർ. ഇവിടെ എത്തുന്ന യാത്രികർ ഹോമകർമാദികൾ നടത്തുകയും അതിശൈത്യം നിറഞ്ഞ ഈ തടാകത്തിലിറങ്ങി കുളിക്കുകയും ഈ പൊയ്കയെ വലം വയ്ക്കുകയും ചെയ്യാറുണ്ട്. ഇവിടെ അർപ്പിക്കുന്ന ഓരോ ഹവിസും വടക്കുംനാഥനുള്ള അർച്ചനയാണ്. ത്രിശൂലധാരിയായ ആ പരമാത്മാവിനെ വണങ്ങി വേണം മുന്നോട്ടുള്ള യാത്ര. യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാദ് മൃത്യോർമോക്ഷീയമാമൃതാത്. യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാദ് മൃത്യോർമോക്ഷീയമാമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാദ് മൃത്യോർമോക്ഷീയമാമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാദ് മൃത്യോർമോക്ഷീയമാമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാദ് മൃത്യോർമോക്ഷീയമാമൃതാത്. ജടാകടാഹ സംഭ്രമഭ്രമന്നിലിംബ നിർച്ഛരി വിലോലവീചി വല്ലരി വിരാജമാനമൂർധനി ധഗദ്ധഗദ്ധഗജ്വലല്ലലാട പട്ടപാവകെ കിശോര ചന്ദ്രശേഖരെ. മാനസ സരോവരത്തിൽ നിന്ന് യാത്ര വീണ്ടും വടക്കോട്ടാവുമ്പോൾ യാത്രയിലുടനീളം കൈലാസം കാണാം. കൈലാസത്തിന്റെ തെക്കുഭാഗമാണ് നാം പലപ്പോഴും ചിത്രങ്ങളിൽ കാണാറ്. സൂക്ഷിച്ചു നോക്കിയാൽ
മഞ്ഞിനുറയാൻ കഴിയാതെ പോയ ചില കരിങ്കൽ പടവുകൾ ഈ പർവ്വതത്തിൽ കാണാം. സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടികളാണിവയെന്നാണ് വിശ്വാസം. കൂടാതെ കൈലാസത്തിന് കുറുകെ ചില വരപ്പാടുകളും കാണാം. കുബേരന്റെ പുഷ്പക വിമാനം കൈക്കലാക്കാൻ വന്ന രാവണന്റെ മുന്നിൽ തടസ്സമായി നിന്ന കൈലാസത്തെ കയറുകൊണ്ട് ബന്ധിച്ച് രാവണൻ ആഞ്ഞുവലിച്ചു. പിന്നീട് ആ പർവ്വതത്തെ എടുത്ത് അമ്മാനമാടിയത്രേ. ആ കയറുരഞ്ഞ പാടുകളാണീ കറുത്ത വരകളെന്നാണ് ഹൈന്ദവ വിശ്വാസം. ചകാര താണ്ഡവം ശിവ തനോതുന ശിവ ശിവം. ധരാധരേന്ദ്ര നന്ദിനി വിലാസ ബന്ധു ബന്ധുരദ്ദിഗന്ധ സന്തതി പ്രമോദമാന മാന മാനസേ കൃപാകടാക്ഷ ധോരണി നിരുദ്ധ ദുർധരാപതി ക്വചിത് ദിഗംബരേ മനോ വിനോദമേതു വസ്തുനി. മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ എത്തിച്ചേരുന്നത് ദർശനിലാണ്. ദർശൻ കൈലാസ പരിക്രമണത്തിനുള്ള ബേസ് ക്യാമ്പാണ്. വലിപ്പം കൂടിയ പതാക എന്നാണ് ദർശൻ എന്ന വാക്കിനർത്ഥം. ഇവിടെ മിക്കവാറും ശൈത്യം -ഡിഗ്രിയിലെത്താറുണ്ട്. മിക്കപ്പോഴും മഞ്ഞ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ദർശൻ ക്യാമ്പിന്റെ നെറുകയിലേക്ക് നോക്കിയാൽ കൈലാസ ശിഖരം കാണാം. പോകുന്ന വഴിയിൽ മറ്റൊരു ബുദ്ധവിഹാര കേന്ദ്രം കാണാം. ഗംഗ്ഡ എന്ന ഈ ബുദ്ധമഠത്തിൽ ലാമമാരുണ്ട്. കൈലാസത്തിന്റെ 4 ദിക്കിലും ഇതുപോലെയുള്ള ആശ്രമങ്ങളുണ്ട്. ഇങ്ങോട്ടുള്ള കയറ്റത്തിൽ മഞ്ഞുറഞ്ഞ നദികളുണ്ട്. കൊടുങ്കാറ്റു കൂടുവച്ച ഒറ്റയടി പാതകളുണ്ട്. എല്ലാം തരണം ചെയ്ത് ആ നെറുകയിലെത്തിയാൽ നേരെ മുന്നിൽ താഴെ കൈലാസം കാണാം. പക്ഷേ ആ യാത്രയ്ക്ക് കൊടുങ്കാറ്റ് നമ്മെ അനുവദിക്കില്ല. പഞ്ചസായകം നമന്നിലിംബനായകം സുധാമയൂഖലേഖയ വിരാജമാനശേഖരം മഹാകപാലി സമ്പത്തെ ശിരോജടാലമസ്തുന. പരിക്രമണ പാതയിൽ ഒരു ഗോപുരം കാണാം. ഇതൊരു പക്ഷേ പിന്നീടുണ്ടായതാവാം. യമദ്വാർ എന്ന പേരിലറിയപ്പെടുന്ന ഈ ഗോപുരം വഴി കടന്നുകഴിഞ്ഞാൽ ഒരാൾ മരണത്തിനപ്പുറമുള്ള മറ്റൊരു ലോകത്തിലെത്തുന്നുവെന്നാണ് വിശ്വാസം. അതായത് കാലത്തിനപ്പുറത്തേക്കുള്ള പ്രദക്ഷിണ വഴിയാണ് കൈലാസ പരിക്രമണ വഴിയും എന്നർത്ഥം. ഇവിടെയുള്ള മലനിരകൾ പഴയ ഏതോ കൊട്ടാരക്കെട്ടുകളുടെ അവശിഷ്ടങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇവിടെ നിന്നും പരിക്രമണ വഴിയിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ അവിചാരിതമായി പ്രകൃതി നമുക്ക് മുകളിൽ പെയ്യാം. മഴയായി, മഞ്ഞായി, കാറ്റായി. കൈലാസാധിപന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള യാത്ര സുഗമമാവൂ. ശ്രീയൈചിതായ ജായത ചകോര ബന്ധുശേഖരാ कराळफालपट्टिकाधगद्धगद्धगज्ज्वलद्धनञ्जयाधरीकृत प्रचण्ड पञ्चसायके धराधरेन्द्र नन्दिनी कुचाग्र चित्रपत्रक प्रकल्पनैक शिल्पिनि त्रिलोचने मतिर्ममा नवीन मेघमण्डली निरुद्ध दुर्धर स्फुरल् कुहूनिशीथिनी तम प्रबद्ध बन्धुकन्धर निलिम्ब निर्झरीधरस्तनोतु कृत्ति सुन्दर कलानिधान बन्धुर श्रियं जगद्धुरन्धरा प्रफुल्ल नील पंकज प्रपंच कालिम प्रभावलंबि कंठ कुंडली रुचि प्रबद्ध कंधरं स्मरच्छिदं पुरच्छिदं भवच्छिदं मघच्छिदं गजच्छिदन्धकच्छिदं तमन्दकच्छिदं भजे अगर्व सर्वमंगला कला कदम्ब ഇത് കൈലാസത്തിന്റെ വടക്കേ മുഖം.
ഇവിടെയാണ് ഈ പർവ്വതം അതിന്റെ എല്ലാ സൗകുമാര്യങ്ങളുമായി യാത്രികനെ ആശ്ലേഷിക്കുന്നത്. കൈലാസത്തെ ഒരു പരിധിവരെ മറച്ചു നിൽക്കുന്ന ജാംബിയാങ് കൊടുമുടിക്ക് മുകളിൽ കയറിയാൽ കവിതയുടെ ദേവഭൂമിയിൽ നിന്നും തീർത്ഥം നനയാം. ഈ ഉയരങ്ങളിൽ പ്രാണവായു തീരെ കുറവാണ്. കർണാലി, ബ്രഹ്മപുത്ര, സിന്ധു, സത്ലജ് തുടങ്ങിയ 4 വലിയ നദികൾ ലോകത്തിന്റെ 4 കോണിലേക്ക് കൈലാസത്തിൽ നിന്നും ഉറവയെടുക്കുന്നു. കൈലാസ തിരുജടയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന കർണാലിയുടെ ഒരു കൈവഴി ഗോമുഖിൽ ഗംഗയാവുന്നു. അങ്ങനെ ശിവമുടിയിൽ നിന്നും ഭാഗീരഥി താഴേക്കൊഴുകുന്നു. കൈലാസം ദർശിക്കുമ്പോൾ നാം ദേവഭൂമിയെയാണ് ദർശിക്കുന്നത്. ലോകത്തിന്റെ നെറുകയും വിസ്തൃതിയും ഇടനെഞ്ചിലേക്ക് ആവാഹിച്ച് പ്രപഞ്ചത്തിന്റെ തന്നെ ഇടനെഞ്ചായി വർത്തിക്കുകയാണ് കൈലാസം. ഇവിടുത്തെ രാത്രിയും പകലും വടക്കുംനാഥന്റെ പ്രസാദമാണ്. ഇവിടുത്തെ ഓരോ മണൽത്തരിയും പരമശിവന്റെ താണ്ഡവത്തിന് താളം പിടിച്ചവയാണ്. ഇവിടെ തളം കെട്ടി നിൽക്കുന്ന കാലത്തിന്റെ അധിപനുള്ള പ്രണാമമായി ഇതാ ഈ യാത്രികൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. പ്രജാമഹീ മഹേന്ദ്രയോ സമം പ്രവർത്തയൻ മനഃകദാ സദാശിവം ഭജേ. ജയത്വദഭ്രവിഭ്രമദ്ഭുജംഗമസ്ഫുരദ്ദഗദ്ധഗർവിനിർഗമത്കരാളഭാലഹവ്യവാധിമിദ്ധിമിധ്വനൻ മൃദംഗതുംഗമംഗല ധ്വനിക്രമ പ്രവർത്തിത പ്രചണ്ഡ താണ്ഡവ ശിവ.